സർക്കാർ വൻ പരാജയമാണ്. ഈ സർക്കാർ മാറണം. ഒന്നും ആരൊക്കെ ഒന്നും ചോദിക്കാൻ പറ്റില്ല, ധാർഷ്ട്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇത്രയും മോശമായിട്ടൊരു മുഖ്യമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ല. പ്രതീക്ഷ BJP എന്നാണ് പ്രതീക്ഷ. മാറ്റം വേണ്ടേ? കാര്യങ്ങൾ നടത്തണ്ടേ? കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി ചെയ്യും, ഇവിടെ പോയി ചെയ്യും. ഇതാണ് MLA. പിന്നെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, വീട്ടിൽ പോയി ചോദിക്കാൻ. ഇത്തവണ കൂടി മുഖ്യമന്ത്രി വന്നാൽ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം കമ്മിയാണെങ്കിൽ LDF സർക്കാർ വരും, യാതൊരു സംശയമില്ല. നമ്മുടെ NDAക്ക് അനുകൂലമാണ് സാഹചര്യങ്ങൾ. BJPക്ക് കൃഷ്ണകുമാറിന് അനുകൂലമാണ്. കൃഷ്ണകുമാർ ഒരു 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എല്ലാം ശരിയാക്കി. ഇനി എന്ത് ശരിയാവണം? ഇനിയും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരും. പൊതുജനങ്ങൾ ഇല്ലാണ്ടാവും ഇവിടെ. നമസ്കാരം. മറുനാടൻ ഇലക്ഷൻ സർവേ മലമ്പുഴയിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? ചേട്ടാ, തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ ചൂട് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചൂട് നല്ല ചൂടിലാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ ഇപ്രാവശ്യം VSൻ്റെ സഞ്ചാരിയായിട്ടുള്ള സുരേഷിന് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ എന്തായാലും ഇപ്പോഴത്തെ ഭരണം പരാജയമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരത്തിൽ നോക്കുമ്പോൾ സുരേഷ് രക്ഷപ്പെടാൻ മാറ്റം മലമ്പുഴ മലമ്പുഴ എന്തായാലും ഉണ്ടാവും. ഇവിടെ എന്തൊക്കെ വികസനങ്ങളാണ് ചേട്ടാ ഇനി വേണ്ടത്? ഒന്നുമില്ലല്ലോ ഇവിടെ വേണ്ട. റോഡിൽ നിന്ന് ഹോസ്പിറ്റൽ റോഡ്, പോലീസ് സ്റ്റേഷൻ റോഡ് നോക്കൂ, മലമ്പുഴ റോഡ് നോക്കൂ, കാക്കരക്കാട് ഒരു പാലമുണ്ട്, ആ പാലം നോക്കൂ, തെക്കേ മലമ്പുഴ റോഡ് പാലം വർഷങ്ങളാളോ ചെയ്യാൻ തുടങ്ങിയില്ല. ഒന്നും ആയിട്ടില്ല. നടക്കാതെ മേൽപ്പാലം, എല്ലാം ബുദ്ധിമുട്ടാണ്. സപ്ലൈകൾ നോക്കൂ, നിത്യോപസാധനം ഒന്നുമില്ല. റേഷൻ കടയിലൊന്നും കിട്ടാൻ വഴിയില്ല. ഡീസൽ വില കൂടി, എല്ലാത്തിനും ദാരിദ്ര്യമാണ്. സർക്കാർ വൻ പരാജയമാണ്. ഈ സർക്കാർ മാറണം. മാറ്റം അത്യാവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ആരൊക്കെ ഒന്നും ചോദിക്കാൻ പറ്റില്ല, ധാർഷ്ട്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇത്രയും മോശമായിട്ടൊരു മുഖ്യമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ല. ഈ 56 വയസ്സിൽ ഇത്രയും മോശമായിട്ടൊരു മുഖ്യമന്ത്രി ഇപ്പോഴുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആദ്യം അയാൾ മാറണം. അവിടുന്ന് എല്ലാം ശരിയാവും. എല്ലാം ശരിയാക്കി. ഇനി എന്ത് ശരിയാവണം? ഇനിയും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരും. പൊതുജനങ്ങൾ ഇല്ലാണ്ടാവും ഇവിടെ. പറയാം, മലമ്പുഴയിലെ വികസന പ്രവർത്തനങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ സൂപ്പറല്ലേ? സൂപ്പറാണ്. എന്തൊക്കെയാ പ്രതീക്ഷകൾ? പ്രതീക്ഷ BJP എന്നാണ് പ്രതീക്ഷ. മാറ്റം വേണ്ടേ? മാറ്റം വേണമല്ലോ നമ്മൾക്ക്. നിലവിലെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടുത്തെ മണ്ഡലത്തിലെ മോശമായ അവസ്ഥയാണ്. ഒരു വയറിനിപ്പാലം ഉണ്ടായിരുന്നു, അത് വർഷങ്ങളായിട്ട് നന്നാക്കാതെ കിടക്കുകയാണ്. പിന്നെ അതേത്ര മേൽപ്പാലം, അതൊക്കെ ദയനീയ അവസ്ഥയാണ്. റോഡിൻ്റെയൊക്കെ അവസ്ഥ? റോഡിൻ്റെ ഭയങ്കര മോശമാണല്ലോ. ഈ യാത്രാ ദുരിതമൊക്കെ ഉള്ള ഒരു നാട് കൂടിയാണ്. വികസന പ്രവർത്തനങ്ങളെങ്ങും എത്തുന്നില്ല എന്ന് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. ചേട്ടാ, ഇവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളുണ്ടോ? വികസനം ഒന്നുമില്ല. പേരിന് മാത്രം വികസനം, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ കാര്യം കഴിഞ്ഞ് പിന്നെ ഈ വഴിക്കേ ഇല്ല. വാരണിപ്പാലം കിടക്കാൻ തുടങ്ങി 8 കൊല്ലമായി. ഒരൊന്നുമില്ല. ഒരു പാലം പണിത് പുതിയത് സെറ്റ് ചെയ്തു. ഇപ്പോൾ സെറ്റ് ചെയ്ത് അവർ കമ്മീഷൻ അടിച്ചിട്ട് പോയി. 23 ലക്ഷം കൂടി ചെയ്തു പറഞ്ഞു. എന്താ ഉള്ളത്? പാലം കിടക്കാണ്, ഉണ്ടാതെ കിടക്കണം. അക്കരെയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിലവിലെ MLA വരും പോകും. അവരുടെ കാര്യം കഴിഞ്ഞ് വരുന്നു, ഡമ്മിയായി നിൽക്കുക. കാര്യങ്ങൾ നടത്തണ്ടേ? കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി ചെയ്യും, ഇവിടെ പോയി ചെയ്യും. ഇതാണ് MLA. പിന്നെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, വീട്ടിൽ പോയി ചോദിക്കാനാണ് ഇവരെ തിരഞ്ഞെടുത്തെടുക്കുന്നത്. അങ്ങനെയുള്ള മാറ്റം വരണം. ഇവിടെ മാറ്റം വന്നാലേ പിന്നെ നന്നാവുള്ളൂ. കേരളം ചോദിക്കുന്നതിന് ഉത്തരം തരണം. അല്ലാതെ വീട്ടിൽ പോയി ചോദിക്കാനും അവിടെ പോയി ചോദിക്കാനും പറയാനല്ല മുഖ്യമന്ത്രി. അക്കരയിൽ കിടക്കണം. കുടിവെള്ളം ഇപ്പോഴും ഇല്ല. ഇപ്പോഴും കുടിവെള്ളം ഇവിടുന്ന് കൊണ്ടുപോകണം ടാങ്കറിൽ. അപ്പോൾ അവൻ്റെ അവസ്ഥ ആലോചിക്കണ്ടേ? മാറ്റം വരണം. ഈ കേരളം മാറാതെ ഒന്നും നടക്കില്ല. കട്ടുമുടിക്കാനല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല ഇവർക്ക്. മാറ്റം വന്നാലേ ഇവിടെ നന്നാവുള്ളൂ. കേരളം മുഴുവൻ നന്നാണെങ്കിൽ മാറ്റം വരണം. മലമ്പുഴയിൽ എങ്ങനെയാണ്, ആർക്കാണ് സാധ്യത? ഇപ്പോൾ ആർക്കാണ് ഭൂരിപക്ഷം? ഈ LDF UDF ഒത്തില്ലെങ്കിൽ BJP പിടിക്കും. ഇവർ ഒത്തുകളിയാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് നോക്കൂ, സുരേന്ദ്രൻ ജയിക്കുന്നായപ്പോൾ SDPൻ്റെ പിന്തുണ പേടിച്ചു, സ്ഥാനാർത്ഥിനെ പിൻവലിച്ചു. എന്തുകൊണ്ട്? ധൈര്യമുള്ളവരന്ന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് കാണിക്കുന്നില്ല. ഇപ്പം എല്ലാവിടെയും ഇവർ കൂട്ടുകെട്ട് പറയും. BJP കൂട്ടുകെട്ട് കാരണം ഇത് അവിടെ നടക്കുന്ന ഇവരാണ് അണ്ടർധാര നടക്കുന്നത്. പേര് BJPക്ക് കാരണം ഇവിടെ മാറ്റം വരാതെ ഒരു കാര്യം നടക്കില്ല. മലമ്പുഴയുടെ ഒരു വികാരമാണ് അദ്ദേഹം പറഞ്ഞത്. മലമ്പുഴയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വികാരമാണ്. ചേട്ടാ, മലമ്പുഴ എങ്ങനെയുണ്ട്? ഇവിടുത്തെ വികസനങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? വികസനം ഉണ്ടല്ലോ. എന്തൊക്കെയാണുള്ളത്? വികസനം
മേമ്പാലത്തിൻ്റെ വരുന്നു. മലമ്പുഴ റിംഗ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതന്നെ വികസനം. നിലവിലെ MLA എങ്ങനെയുണ്ട്? പ്രവർത്തനം കുഴപ്പമില്ല, നല്ല പ്രവർത്തനം. മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അടുത്ത ഒരു ഇതിനും കൂടി മുഖ്യമന്ത്രി വന്നാൽ ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം കമ്മിയാണെങ്കിൽ LDF സർക്കാർ വരും, യാതൊരു സംശയമില്ല. ഇവിടെ പ്രഭാകരേട്ടൻ MLA ഉറപ്പായിട്ട് വരും. ഭൂരിപക്ഷം കമ്മിയാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് മാനസികന് കുറച്ച് വോട്ടുകൾ കമ്മിയാവും. എന്നാലും LDF ഈ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ പ്രഭാകരൻ LDF സ്ഥാനാർത്ഥിയായിട്ട് വരും. അതാണ് ചേട്ടൻ്റെ വിശ്വാസം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യമൊക്കെ നമ്മൾ ചാനലിലൊക്കെ കാണാറുണ്ടല്ലോ. വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ ഒരു പ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറയാം, അതൊക്കെ ശരിയാണ്. അത് പറഞ്ഞാൽ അങ്ങേരുടെ ഒരു ശൈലിയാണ്. അത് ഒന്നും മനസ്സിൽ വച്ചിട്ടില്ല. ഒരു പൊതു പരിപാടി നടക്കുമ്പോൾ അങ്ങനത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. അതല്ല അതിൻ്റെ ശരി. ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾ ആ ഒരു ഇത്. പിന്നെ അങ്ങനെയൊക്കെ പ്രായമായില്ലേ, ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ക്ഷോഭം, അതൊക്കെയാണ് സംഭവിച്ചത്. അല്ലാതെ മനഃപൂർവ്വം പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ എന്താണ് LDF സർക്കാർ മൂന്നാമതായി വരും. ചേട്ടൻ്റെ വിശ്വാസം, ആഗ്രഹവും. പൊതുവേ ഇവിടെ എന്ന് പറയുന്നത് ജനങ്ങളെ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട് LDF. അവരുടെ പ്രവർത്തനം ഈ 5 വർഷം കഴിഞ്ഞ് അടുത്തൊരു 5 വർഷത്തിലേക്ക് പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു പ്രകടനമാണ് അവരുടെ അഴിമതിയും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ബന്ധുമിത്രാതിരികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും പേപ്പറിലൂടെയും TV യിലൂടെയൊക്കെ കാണുന്ന വാർത്തകൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്, മോശമായിട്ടുള്ളൊരു ഭരണമാണ്. ജനങ്ങൾ മടുത്തു എന്ന് പറയാൻ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന വാർത്തകളും വിഷ്വലും അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. മടുത്തു. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കും അതുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങൾ മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിംഗ് റോഡിൻ്റെ എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായിട്ടുണ്ട്. മലമ്പുഴ വികസനത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് അവർ എന്തുമാത്രം എന്താ പറയുക കാശ് ഖജനാവിൽ നിന്നിട്ട് മുടക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അവരുടെ ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു നോക്കുകുത്തിയായിട്ട് സാമൂഹ്യ വിരുദ്ധർക്ക് വേണ്ടിയിട്ടും പട്ടികൾക്കും വേണ്ടിയിട്ട് പെറ്റുകിടക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ അറിയാതൊക്കെ ഇത് കോടികളല്ല നശിക്കുന്നത്. ആ റോഡ്, ആ പാലത്തിൻ്റെ അവിടെയുള്ള റോഡ് ഇതുവരെ ശരിയായിട്ടില്ല. എൻട്രൻസ് എവിടെ കൊണ്ട് വെച്ചിരിക്കണോ അവിടെയുള്ള സാധാരണ പാവപ്പെട്ട കച്ചവടക്കാരുണ്ടല്ലോ അവരെ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അത് എൻട്രൻസ് ഇവിടെയാണ്. ബസ് സ്റ്റോപ്പ് പറയേണ്ടത് ബസ് സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ദൂരത്തായിരിക്കണം. അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ തൽക്കാലം അവർ തന്നെ സ്വമേധ ഇങ്ങോട്ട് വരിക ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത്തവണ വോട്ട്. തീർച്ചയായിട്ടും വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം ഭാരണി പാലം നോക്ക് നിങ്ങൾ, ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. ഇതില്ല, യാത്രയില്ല, ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും. ഒരു പ്രാവശ്യം നേരാക്കി വീണ്ടും മറുവശം അത് വേറൊരു ഭാഗത്ത് അത് വീണ്ടും കേടുവന്ന് കിടക്കുന്നത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഭരണത്തെ എങ്ങനെ വിലയിരുത്തും? മൊത്തത്തിലുള്ള ഭരണം പറഞ്ഞു കഴിഞ്ഞാൽ മോശം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയത പറഞ്ഞുകൊണ്ട് വിഡ്ഢികളായിട്ട് ജനങ്ങൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കണം, ഞാൻ വിശ്വസിക്കണം എന്നത്. വർഗീയതയിൽ വിശ്വസിക്കുന്നത് പറഞ്ഞിട്ട് 4 വോട്ടിന് വേണ്ടി അതല്ലല്ലോ നമ്മുടെ നാട്. അത് നമ്മൾക്ക് ആരോ അതായത് X or Y, നമുക്ക് മുസ്ലിമോ ഹിന്ദു അതൊന്നും നമ്മൾക്കതൊരു വിഷയമല്ല. നമ്മളെല്ലാം ഈ മണ്ണിൽ ജനിച്ചവരാണ് അല്ലേ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ വർഗീയത വച്ചുകൊണ്ട് 4 വോട്ടിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവരെ വഴിതിരിക്കുക അല്ലെങ്കിൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഇതാക്കുക. അല്ലാതെ എന്താ പറയുക പ്രവർത്തന മികവ് കൊണ്ടൊന്നും അല്ല അവർ ഇന്ന് വരെ വോട്ട് നേടിയിട്ടുള്ളതും വോട്ട് നേടി എന്താ പറയുക ഇലക്ഷനിൽ വന്ന് അധികാരത്തിൽ വന്നതും. ഈ വർഗീയതയും കാര്യങ്ങളും പറഞ്ഞ് ഇവർ കേരളത്തിൽ പൊതുവെ ജനങ്ങൾക്ക് അത് മതിയെന്ന് വിചാരിക്കണം. വർഗീയതയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ കൂടുതൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. മനസ്സിലായോ? ഇപ്പോൾ ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മീൻസ് അടിയോ യുദ്ധമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗം നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിന്നിട്ട്. അത് മോശമല്ലേ? അത് മോശമല്ലേ നമുക്ക് അല്ലേ? നമ്മൾ ഈ മണ്ണിൽ ജനിച്ചവർ, ഈ മണ്ണിൽ എന്താ മരിക്കേണ്ട ആൾക്കാരാണ് അല്ലേ? ഈ മണ്ണാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. നമുക്ക് അവകാശമുണ്ട് ജീവിക്കാനുള്ളത്. ഒരു പക്ഷിക്കും മൃഗത്തിനും ഉറുമ്പിന് പോലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിൽ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൈനനോ അല്ലെങ്കിൽ ഏതോ ഒന്നുമില്ല, അവർക്ക് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ നമ്മൾ പരസ്പരം തല്ലിപ്പിച്ചുകൊണ്ടും നമ്മുടെ വരും തലമുറകൾക്ക് വേണം ഇതൊക്കെ ദോഷം ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മോദി പറയണ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കണം, അങ്ങേര് 24 മണിക്കൂറിൽ കുറച്ച് മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങേരുടെ ബന്ധുക്കാർക്കോ സ്വന്തക്കാർക്കോ അങ്ങേർക്കോ ഒന്നുമല്ല. അങ്ങേർക്ക് ബാങ്ക് ബാലൻസ് നമ്മൾ ആർക്ക് ഓപ്പണാണ്, ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയക്കാരൻ ഇത്രയും കഷ്ടപ്പെടുന്നെന്ന് പറയില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ?
അല്ല അങ്ങനെ എന്തുമാത്രമാണ് ഈ ലോകത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ലോകത്തിൻ്റെ പരമോന്നത ബഹുമതി വെറുതെ ഒന്നും കൊടുക്കില്ലല്ലോ, അങ്ങനെ ചന്തം നോക്കിയിട്ടൊന്നും കൊടുക്കില്ലല്ലോ അല്ലേ. അപ്പോൾ അതിലൊക്കെ നമുക്ക് അഭിമാനമുണ്ട്. ഇത്ര രാഷ്ട്രങ്ങളുടെയാണ് പരമോന്നത ബഹുമതി നമുക്ക് നേടി തന്നിരിക്കുന്നത് മോദി എന്ന് പറയുന്നത്. അതൊരു അവതാര പുരുഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആര് വന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം, അതാണ് നല്ല ഭരണം അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്. നിലവിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഭരണം? ഭരണം മോശമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യണം. ആര് വന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ സഹായിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കണം, അതാണ് നല്ലൊരു ഭരണം. അത്രേ പറയുന്നുള്ളൂ. എന്തൊക്കെ വികസനം ഇനി മലമ്പുഴ വേണം? മലമ്പുഴയിൽ സാധാരണപ്പെട്ടവരിനെ സഹായിക്കണം, സാധാരണപ്പെട്ടവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഇവിടെ എൻ ഡി എക്ക് അനുകൂലമാണ് സാഹചര്യങ്ങൾ. ബി ജെ പിക്ക് കൃഷ്ണകുമാറിന് അനുകൂലമാണ്. കൃഷ്ണകുമാർ ഒരു 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. നിലവിൽ CPM-ൻ്റെ CPM ഒക്കെ ശബരിമലയോടുകൂടി കഴിഞ്ഞു, ഇനിയില്ല അവർക്കിവിടെ മലമ്പുഴയിൽ ചാൻസ് ഇല്ല. ഇപ്പോൾ ചാൻസ് ഉള്ളത് BJPക്കാണ്, കൃഷ്ണകുമാറിനാണ് ചാൻസ്. നരേന്ദ്രമോദിജി എത്ര തവണ ഇവിടെ കേരളത്തിൽ വന്നു, അതിൽ വലിയ മാറ്റം ഉണ്ടാക്കും. നല്ല മാറ്റം ഉണ്ടാക്കും. ഇത്തവണത്തെ വരവോടുകൂടി കേരളത്തിൽ ഒരു 15 സീറ്റെങ്കിലും BJP കിട്ടും. എന്തായാലും കുറച്ച് പേര് പറയുന്നത് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നുമില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും മലമ്പുഴയിലെ ജനങ്ങൾ എന്താണ് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.